കോട്ടയ്ക്ക് എടരിക്കോട് ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി. ബാബു പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കണ്ണിൽ കുത്തി, കവളത്തടിച്ചു, അതുപോലെ തന്നെ നാവിക്കടിച്ചു, കാലുകൊണ്ട് നാവിക്കടിച്ചു, പിന്നെ മുഖത്തടിച്ചു. വളാഞ്ചേരിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം 3 മണിയോടെയാണ് സംഭവം. ഒരു സംഘം ആളുകൾ ചേർന്ന് പേരശ്ശന്നൂർ സ്വദേശി മങ്ങാട്ടിൽ സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. എടരിക്കോടിലെ ഒരു വീട്ടിൽ വെച്ചാണ് സഫ്വാനെ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. മീമ്പാറയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന സഫ്വാൻ തന്റെ ഷോപ്പിലെ സ്ഥിരം കസ്റ്റമറായ എടപ്പാൾ സ്വദേശി സാബിദിന് ഇടനിലക്കാരനായി നിന്ന് ആഡംബരക്കാർ വാടകയ്ക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തിരുന്നു. വാഹനമുടമയും സാബിദും തമ്മിലുള്ള വാടക സംബന്ധമായും വാഹനത്തിന്റെ യാത്ര സംബന്ധിച്ചുമുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് സഫ്വാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അവർ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് വളാഞ്ചേരി ഷോപ്പിൽ നിന്ന് ഒരു കാറിൽ തട്ടിക്കൊണ്ടുപോയി കോട്ടയ്ക്ക് എടരിക്കോട് ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി. ബാബു പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കണ്ണിൽ കുത്തി, കവളത്തടിച്ചു, അതുപോലെ തന്നെ നാവിക്കടിച്ചു, കാലുകൊണ്ട് നാവിക്കടിച്ചു, പിന്നെ മുഖത്തടിച്ചു, വയറ്റത്ത് കുത്തി, നെഞ്ഞിലൊക്കെ കുത്തി, പിന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. 2 ലക്ഷം രൂപ തരാമെന്ന കാരണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി. ഒരു വണ്ടി റെൻറ്റിനെടുത്ത് കൊടുത്താണ് ഞാൻ വേറൊരാൾക്ക്. അപ്പോൾ അവരെ കിട്ടാത്തതിന് കാരണം എന്നെ പിടിച്ചു. അവർ കൊണ്ടുപോയി. അതെ അതെ, വണ്ടി ഒരാഴ്ച അടുത്തായി. അതെ ഉണ്ടായിരുന്നു. വാടക അഡ്വാൻസ് ആയിട്ട് 2 ദിവസം കൊടുത്തിരുന്നു മുന്നേ. പിന്നെ അവരായിട്ട് എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഞാനോ എൻ്റെ ഗറോഫിലാണ് വണ്ടി എടുത്തത്. ശരീരമാസകലം പരിക്കേറ്റ സഫ്വാൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് സഫ്വാന്റെ തീരുമാനം. 1 വർഷമായിട്ട് പരിചയമുള്ള കസ്റ്റമറാണ് മുഹമ്മദ് സാബിൽ എന്ന എടപ്പാൾ സ്വദേശി. അപ്പോൾ ആ കസ്റ്റമർ എന്നുള്ള ബന്ധത്തിൽ സഫ്വാനൊരു വാഹനം റെൻറ്റിനെടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഇതിലുള്ള മെയിൻ സംഭവം. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവനെ മീമ്പാറ ഓഫീസിൽ വന്നിട്ട് ഇവനെ അവിടുന്ന് വണ്ടിയിൽ വന്ന് കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ റൂമിലിട്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സഫ്വാൻ പറയുന്നത്. വളാഞ്ചേരി പോലീസ് കേസിൽ സഫ്വാന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. എടരിക്കോട് വെച്ച് നടന്ന സംഭവത്തിൽ കേസ് കോട്ടയ്ക്കൽ പോലീസിന് കൈമാറിയതായി വളാഞ്ചേരി പോലീസ് അറിയിച്ചു. പ്രതികൾക്കായുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.